സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കടുത്ത നടപടികളിലേക്ക്. കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ശുപാർശ നൽകി. BMW കാർ ഉള്ളവർ ഉൾപ്പെടെ പെൻഷൻ മേടിക്കുന്നുണ്ടെന്ന് ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി. കോട്ടയ്ക്കൽ നഗരസഭയിലെ 7-ാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതര കണ്ടെത്തലുകൾ. ഒറ്റ വാർഡിലെ 42 ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ 38 പേരും അനർഹർ. BMW കാർ ഉടമകളും പെൻഷൻ പട്ടികയിലുണ്ട്. ക്ഷേമ പെൻഷൻകാരിൽ AC ഉൾപ്പെടെ സുഖസൗകര്യമുള്ളവരുമുണ്ട്. ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. മിക്കവരുടെയും വീട് 2000 ചതുരശ്ര അടിത്തറ വിസ്തൃതിയിലും കൂടുതൽ വലുപ്പമുള്ളതാണെന്നും കണ്ടെത്തി. ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോട് അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗം റിപ്പോർട്ട് ചെയ്തത്. ഈ ഗുരുതര കണ്ടെത്തലുകളുടെ തുടർച്ചയായാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച വന്നുവെന്നും പരിശോധന തുടരുകയാണെന്നും കോട്ടയ്ക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ. ഇപ്പോൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അന്ന് തന്നെ നടപടി എടുത്തിട്ടുണ്ട്. കാരണം 2021 വന്ന ഈ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ 2022 തന്നെ ഏകദേശം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. അത് ഏകദേശം 28 പേരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടതായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ക്രമക്കേട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലാണ് അതിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവാം. സർക്കാർ തട്ടിപ്പുകാരുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് ലഭിക്കുന്ന വിവരം. സർക്കാർ മേഖലയിലുള്ള 9201 പേർ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയെന്ന CA&G 2023 റിപ്പോർട്ട് ചെയ്തിരുന്നു. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെയാണ് 9201 പേർ. 2017 മുതൽ 2020 വരെ 39.27 കോടി രൂപ തട്ടിപ്പിലൂടെ കൈക്കലാക്കി. 2000 മുതലുള്ള കണക്കെടുത്താൽ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട്. 24 തിരുവനന്തപുരം.